നമസ്കാരം. അവരിലൊരാൾ പഞ്ചാബി സാഹിത്യകാരി അമൃത പ്രീതം ആയിരുന്നു. അവർ ഉറക്കെ പറഞ്ഞു, ഓ ദിസ് ഈസ് നോട്ട് എ മിയർ ഫിലിം സോങ്, ദിസ് ഈസ് എന്താ പറയുക സബ്ലം പോയട്രി എന്നാണ് അവർ പറഞ്ഞത്. ഇത് വെറുമൊരു സിനിമാ പാട്ടല്ല, ഇത് ഉദാത്തമായ കവിതയാണ്. അമൃത പ്രീതം പറഞ്ഞത് മറ്റുള്ളവർ ഏറ്റെടുത്തു. വയലാർ ദേശീയ ഗാനരചയിതാവായി തിരഞ്ഞെടുക്കപ്പെട്ടു. 1987 മാർച്ച് 13 ശ്രീകൃഷ്ണദാസ് ആദ്യമായൊരു സിനിമ സെൻസർ ചെയ്യാനായി നിയമിതനായി. അത് ചെന്നൈയിലാണ്. അതാത് ഭാഷയിലെ വിദഗ്ധരായ ഉപദേശക സമിതി അംഗങ്ങളിൽ നിന്നും 4 പേരെ സെൻസറിങ്ങിന് വിളിക്കണം. അതിലൊരാളെങ്കിലും സ്ത്രീ ആയിരിക്കണം. ഏത് മെമ്പറെയാണ് നാളെ സെൻസറിങ്ങിനായി ക്ഷണിച്ചിട്ടുള്ളത് എന്ന് മറ്റ് മെമ്പർമാർക്ക് അറിയാൻ പറ്റില്ല. സെൻസർ ഓഫീസർക്ക് മാത്രമേ അതറിയാൻ പറ്റൂ. കാരണം അദ്ദേഹമാണ് വിളിക്കുന്നത്. ഇപ്പോൾ 40 പേരുണ്ട്. ആ 40 പേരിൽ നിന്ന് 4 പേരെ ആരെയൊക്കെയാണ് അദ്ദേഹം വിളിച്ചതെന്ന് ഒരാൾക്കും അറിയാൻ പാടില്ല. അതിനാണ് അങ്ങനെ ചെയ്യുന്നത്. സെൻസറിങ്ങിൻ്റെ തലേന്ന് വൈകുന്നേരം മാത്രമേ വിളിച്ച് പറയാവൂ, നാളെ ഒരു പടം സെൻസറിങ് ഉണ്ട്, 11:30 നിങ്ങൾ എത്തണം എന്ന് സെൻസർ ഓഫീസർ അപ്പോഴേ പറയുള്ളൂ. സെൻസർ മെമ്പർമാർ ആരൊക്കെയാണ്, സംവിധായകനോ നിർമ്മാതാവോ നേരത്തെ അവരും അറിയില്ല, അവരോടും പറയില്ല. ഇന്ന ആളുകളാണ് സെൻസർ ചെയ്യുന്നത് കേട്ടോ, നിങ്ങൾ അവരെ ഒന്ന് കണ്ടേക്ക്, നിങ്ങളെ പടത്തിൽ കട്ട് കുറയണമെങ്കിൽ ആ ആളിനെ കാണ്, അതൊന്നും സമ്മതിക്കില്ല. ഏത് ചിത്രമാണ് നമ്മൾ ഇന്ന് സെൻസർ ചെയ്യുന്നതെന്ന് പോലും മെമ്പർമാരോട് പറയില്ല. നമ്മളെ നാളെ മറ്റേ ഏതെങ്കിലും ഒരു പടത്തിൻ്റെ പേര് പറഞ്ഞിട്ട് അതാണ് സെൻസർ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ഈ സെൻസർ മെമ്പർക്ക് വേണമെങ്കിൽ അതിൻ്റെ പ്രൊഡ്യൂസറെ സംവിധാനം വിളിച്ചു പറയാം, വല്ല കട്ടൊക്കെ ഉള്ള സാധനം ഉണ്ടെങ്കിൽ ഞാൻ കടടയ്ക്കാം കേട്ടോ, വല്ലതും തടയണം എന്നൊക്കെ പറയില്ലേ. അതുകൊണ്ട് അതും ചിത്രത്തിൻ്റെ പേരും പറയില്ല. സെൻസർ ദിവസം തിയേറ്ററിൽ വച്ച് മാത്രമേ നമ്മൾ 4 പേരാണെന്നും സിനിമ ഇതാണെന്നും അറിയാൻ പാടുള്ളൂ. തിയേറ്ററിൽ പോലും ഓഫീസർക്കും 4 മെമ്പർമാർക്കും ഓപ്പറേറ്റർക്കും മാത്രം അറിയാവുന്ന തരത്തിലാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. തിയേറ്ററിനകത്ത് 2 വശങ്ങളിൽ അകലങ്ങളിലാവും ഈ എന്താ പറയുക മെമ്പർമാർ ഇരിക്കാനുള്ള ഇരിപ്പിടം. കഥാസാരം, ഗാനങ്ങൾ, നടീനടന്മാരുടെയും കഥാപാത്രങ്ങളുടെയും സാങ്കേതിക വിദഗ്ധരുടെയും പേരുകൾ അടങ്ങിയ ഓരോ ഫയലുകൾ മെമ്പർമാർക്ക് തിയേറ്ററിൽ കയറിയ ശേഷം നൽകും. കൂടാതെ സെൻസർ സ്ക്രിപ്റ്റ് നോക്കി ഒഴിവാക്കപ്പെടേണ്ട സംഭാഷണങ്ങൾ ഉണ്ടോ എന്ന് പരിശോധിക്കാൻ മറ്റൊരു മെമ്പറെയും ഏൽപ്പിച്ചിരിക്കും. മെമ്പർമാരുടെ കസേരകൾക്ക് മുന്നിൽ ഓരോ ടേബിൾ ലാമ്പ് ഘടിപ്പിച്ചിരിക്കും. എഴുതാനായിട്ട് സിനിമ നടന്നുകൊണ്ടിരിക്കുമ്പോൾ കുറിക്കണ്ടേ. ഓരോ റീലും കഴിയുമ്പോൾ ഒഴിവാക്കേണ്ട ഭാഗങ്ങളുണ്ടെങ്കിൽ കുറിച്ചു വയ്ക്കാം. പടം തീർന്നാൽ ഓഫീസറും മെമ്പർമാരും തിയേറ്ററിൽ വെച്ചോ ഓഫീസിലെ ചേംബറിൽ വെച്ചോ നൽകേണ്ട സർട്ടിഫിക്കറ്റ്, ഒഴിവാക്കേണ്ട രംഗങ്ങൾ മുതലായവ ഓരോരുത്തരുടെയും കുറിച്ചു വെച്ചത് അത് വെച്ചുകൊണ്ടൊരു ചർച്ച നടത്തും. തീരുമാനം ഏകകണ്ഠമാകുന്നുവെങ്കിൽ പുറത്തു കാത്തിരിക്കുന്ന നിർമ്മാതാവിനെ അകത്ത് വിളിക്കും, വിവരങ്ങൾ അറിയിക്കും. ബോർഡ് പറയുന്നത് നിർമ്മാതാവ് അംഗീകരിക്കുകയാണെങ്കിൽ മുറിച്ചു മാറ്റാൻ നിർദ്ദേശിച്ച ഭാഗങ്ങളുടെ പിക്ചർ പോസിറ്റീവും നെഗറ്റീവും സൗണ്ട് നെഗറ്റീവും ബോർഡിന് നൽകിയാൽ, ബോർഡ് അംഗീകരിച്ച രീതിയിലുള്ള സിനിമയുടെ ഒരു കാസറ്റും നൽകിയാൽ, ഈ കട്ടെല്ലാം കഴിഞ്ഞുള്ള ഒരു കാസറ്റും നൽകിയാൽ, ഇപ്പോൾ DVD-യിലായിരിക്കാം ഈ കാസറ്റ് അല്ലെങ്കിൽ DVD, സെൻസർ ഓഫീസറും ചിത്രം കണ്ട മെമ്പർമാരിൽ ഒരാളും നിർമ്മാതാവും ഒരുമിച്ചിരുന്ന് കണ്ടതിന് ശേഷം സീൽ ചെയ്ത് 3 പേരും ഒപ്പിട്ട് ഭദ്രമായി സൂക്ഷിക്കണം. ഇതാണ് നിയമം. ഏതെങ്കിലും കോടതിയിൽ ഈ ചിത്രത്തെപ്പറ്റി കേസ് വന്നാൽ ഈ കാസറ്റ് അല്ലെങ്കിൽ DVD തുറന്ന് പരിശോധിക്കും. ഈ രീതി നിർമ്മാതാവ് അംഗീകരിക്കുന്നില്ല എങ്കിൽ അദ്ദേഹത്തിന് റിവൈസിംഗ് കമ്മിറ്റിയിൽ ചിത്രം പ്രദർശിപ്പിക്കാം. അവിടെയും നിർമ്മാതാവിന് സമ്മതമല്ലാത്ത തീരുമാനങ്ങളാണ് വരുന്നതെങ്കിൽ ഫിലിം സർട്ടിഫിക്കേഷൻ അപ്പലറ്റ് ട്രൈബ്യൂണലിനെ സമീപിക്കാം. അപ്പലറ്റ് ട്രൈബ്യൂണലിൻ്റെ വിധി അന്തിമമായിരിക്കും. ഇതാണ് സെൻസർ നിയമം. 1987 ജൂൺ 1 സെൻസർ ബോർഡ് ഓഫീസിൽ ഫയലുകൾ നോക്കിയിരിക്കുകയാണ് ഓഫീസറായ ശ്രീകൃഷ്ണദാസ്. പിയൂൺ വന്ന് പറഞ്ഞു, സാർ അങ്ങേക്ക് ഒരു വിസിറ്റർ ഉണ്ട്. ആണോ, വരാൻ പറയൂ. മദ്രാസിലാണേ. ദീർഘകായനായ ഒരു വൃത്തൻ അകത്തേക്ക് വന്നു. ഒരു ആധ്യാത്മിക ഗുരുവിനെ പോലെ തോന്നിക്കുന്ന കുലീനത്വം തുളുമ്പുന്ന മുഖം, അല്പം മുടി നീട്ടി വളർത്തിയിരിക്കുന്നു.
അത് കഷണ്ടിക്കൽപ്പം അഭിജാതമായ പരിവേഷം നൽകുന്നു. ബോർഡ് മാറി വായിച്ച് കയറിയത് എന്നാവും സെൻസർ ബോർഡ് ഓഫീസർക്ക് സംശയം. സെൻസർ ബോർഡ് ഓഫീസിൽ കയറേണ്ട ഒരു രൂപമല്ല വന്ന് നിൽക്കുന്നത്. സെൻസർ ബോർഡ് ഓഫീസർ എന്താണ് മനസ്സിൽ കരുതിയതെന്ന് വായിച്ചറിഞ്ഞ് ഇംഗ്ലീഷിൽ അഗതൻ ചോദിച്ചു, അങ്ങയുടെ, അല്ലെങ്കിൽ ചോദിച്ചു എന്നല്ല പറഞ്ഞു എന്ന് പറയുന്നവൻ ശരി, അങ്ങയുടെ ഊഹം പകുതി ശരിയാണ്. എൻ്റെ പേര് വിദ്വാൻ ലക്ഷ്മണൻ. ഞാനൊരു ജ്യോതിഷിയാണ്, ഒപ്പം ഒരു ചലച്ചിത്ര നിർമ്മാതാവ് കൂടിയാണ്. പരിവാർ എന്ന ഹിന്ദി ചിത്രത്തിൻ്റെ സെൻസറിങ്ങിനുള്ള അപേക്ഷ കൊടുക്കാനാണ് ഞാൻ വന്നത്. 4-ാം തീയതി ചിത്രം കാണാമെന്ന് പറഞ്ഞു. എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. 4-ാം തീയതിക്ക് പകരം 5-ാം തീയതി ചിത്രം കാണാമോ? അപ്പോൾ ശ്രീകൃഷ്ണദാസ് ചോദിച്ചു, അതെന്താ? 5 എൻ്റെ ഭാഗ്യ നമ്പറാണ്. അതിന് പ്രയാസമില്ല, നേരത്തെ ആകണം എങ്കിലേ നിയമതടസ്സമുള്ളൂ. സെൻസറിങ്ങിന് 4-ാം തീയതി വെച്ചിട്ട് 3 ആക്കാമോ എന്ന് ചോദിച്ചാൽ നിയമതടസ്സമുണ്ട്. കാരണം 3 വേറെ പടത്തിന് കൊടുത്തിരിക്കുകയായിരിക്കുമല്ലോ. അത് കഴിഞ്ഞുള്ള 5 ആയതുകൊണ്ട് കുഴപ്പമില്ല, നമുക്ക് 5-ാം തീയതി കാണാം എന്ന് പറഞ്ഞു. പരിവാർ ജൂൺ 5-ന് സെൻസർ ചെയ്തു. ശശിലാൽ നായർ സംവിധാനം ചെയ്ത പരിവാർ വൻ വിജയമായി. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ വിദ്വാൻ ലക്ഷ്മണൻ വീണ്ടും സെൻസർ ഓഫീസറെ തേടി വന്നു. പരിവാറിൻ്റെ വിജയത്തിൽ സെൻസറിന് ജൂൺ 5 തിരഞ്ഞെടുത്തതും ഒരു പ്രധാന ഘടകമാണെന്ന് പറഞ്ഞ് നന്ദി പ്രകടിപ്പിച്ചു. പോകാനെണീറ്റ വിദ്വാൻ ചോദിച്ചു, ഡു യു ബിലീവ് ഇൻ അസ്ട്രോളജി? നിങ്ങൾക്ക് ഈ ജാതകം നോക്കുന്ന, ഹസ്തരയൊക്കെ നോക്കുന്ന അതിലൊക്കെ വിശ്വാസമുണ്ടോ എന്ന് ചോദിച്ചു. വിശ്വാസമാണെന്ന് ശ്രീകൃഷ്ണദാസിൻ്റെ മറുപടി. താങ്കൾ ഈ സെൻസർ ഓഫീസിൽ, മദ്രാസിൽ അധികകാലം ഉണ്ടാവില്ല. അടുത്ത് തന്നെ താങ്കൾ കേരളത്തിലേക്ക് സ്ഥലം മാറിപ്പോവും. അവിടെ ഏറെക്കാലം ഇതേ തസ്തികയിൽ തുടരുമെന്നും പറഞ്ഞിട്ട് വിദ്വാൻ ലക്ഷ്മണൻ പോയി. അങ്ങനെ തന്നെ സംഭവിച്ചു. 1987 ജൂൺ 2-ന് തമിഴ്നാട്ടിലെ പുതിയ തരംഗമായ ഭാഗ്യരാജ് ശ്രീകൃഷ്ണദാസിനെ തിരക്കി ഓഫീസിൽ വന്നു. ഭാഗ്യരാജ് എത്തിയ വിവരം അറിഞ്ഞ് ഒരു നോക്ക് അടുത്ത വാരീസിനെ കാണാനായി, അടുത്ത വാരീസ് എന്ന് പറഞ്ഞാൽ അടുത്ത അധികാരി വാരീസിനെ കാണാനായി ശാസ്ത്രി ഭവനിലും പരിസരത്തും ആരാധകർ തിങ്ങി നിറഞ്ഞു. ഭാഗ്യരാജ് നായകനും സംവിധായകനുമായ നമ്മുടെ കല്ലറ സഹോദരിമാരിലെ രാധ നായികയായ എങ്കൽ ചിന്ന രാജ എന്ന സിനിമ, അതിൻ്റെ സെൻസറിങ് കാര്യങ്ങൾ സംസാരിക്കാനാണ് ഭാഗ്യരാജിൻ്റെ വരവ്. എല്ലാം തീരുമാനിച്ച് ഒരു ഫോട്ടോയും ഇരുവരുമായി എടുത്തിട്ടാണ് ഭാഗ്യരാജ് പോയത്. എങ്കൽ ചിന്ന രാജ സൂപ്പർ ഹിറ്റായ സിനിമയായി മാറി. 2 ദിവസം കഴിഞ്ഞ് 1987 ജൂൺ 4-ാം തീയതി സെൻസർ ബോർഡ് ഓഫീസിൽ സാക്ഷാൽ കമൽഹാസൻ എത്തി. കമൽഹാസൻ നിർമ്മിക്കുന്ന, സന്താനഭാരതി സംവിധാനം ചെയ്യുന്ന കടമൈ കണ്ണീയം കട്ടപ്പാട് എന്ന ചിത്രം സെൻസർ ചെയ്യാനായിട്ട് വന്നതാണ്. മലയാളത്തിലെ IV ശശിയുടെ ആവനാഴി റീമേക്ക് ചെയ്തതാണ് കടമൈ കണ്ണീയം കട്ടുപാട്. കമൽ ഇതിൽ അഭിനയിച്ചിട്ടില്ല. മമ്മൂട്ടിയുടെ ബൽറാം എന്ന് പറഞ്ഞ നായക വേഷം സത്യരാജാണ് ചെയ്തിരിക്കുന്നത്. നായകൻ്റെ ചില ഡയലോഗുകളിൽ കത്രിക വീഴ്ത്തണം എന്നാണ് കണ്ട അംഗങ്ങളുടെ പക്ഷം. നിയമമനുസരിച്ച് കത്രിക വയ്ക്കും മുമ്പ് നിർമ്മാതാവിനെ വിളിച്ച് ചർച്ച ചെയ്യണം. കമൽഹാസൻ എന്ന ഉലക നായകൻ കടന്നു വന്നപ്പോൾ ശ്രീകൃഷ്ണദാസ് ചിന്തിച്ചത് 1962-ൽ എറണാകുളം മഹാരാജാസിൽ പഠിക്കുന്ന കാലത്ത് കണ്ട സേതുമാധവൻ്റെ കണ്ണും കരളും എന്ന സത്യൻ അംബിക ജോഡി അഭിനയിച്ച ചിത്രത്തിലെ ബാലതാരത്തെക്കുറിച്ചായിരുന്നു. കമൽഹാസൻ ആദ്യമായിട്ട് മലയാളത്തിൽ അഭിനയിക്കുന്നത് കണ്ണും കരളുമാണല്ലോ, ബാലതാരമായിട്ട്. ഒരു നിമിഷം മഹാരാജാസിൽ പഠിച്ച കാലത്ത് ഞാൻ കണ്ട സിനിമയെപ്പറ്റി ശ്രീകൃഷ്ണദാസ് ആലോചിച്ചു. സാറ് മലയാളിയല്ലേ? സാറ് ആവനാഴി എന്ന മലയാള സിനിമ കണ്ടിട്ടുണ്ടാവുമല്ലോ. ആവനാഴിയുടെ റീമേക്കാണ് ഈ ഫിലിം. അതിലുള്ള ഡയലോഗുകളിൽ കടുപ്പമുള്ള ഡയലോഗൊന്നും ഇതിൽ ചേർത്തിട്ടില്ല സാർ. ഡയലോഗുകളിൽ വലിയ മാറ്റമൊന്നുമില്ലാതെ കടമൈ കണ്ണീയം കട്ടപ്പാട് സെൻസർ ചെയ്യപ്പെട്ടു. തമിഴ്നാട്ടിലെ 100 നാൾ കടന്നുപോയ സിനിമയായിരുന്നു
ഈ അവനാഴിയുടെ റീമേക്ക്. തമിഴ്നാട്ടിലെ കലാകാരന്മാർ ഔദ്യോഗിക സ്ഥാനങ്ങളോടും സ്ഥാപനങ്ങളോടും കാണിക്കുന്ന ആദരവ് മലയാളി കണ്ടു പഠിക്കണം എന്നാണ് കമൽഹാസൻ്റെയും ഭാഗ്യരാജിൻ്റെയും സ്വഭാവത്തെപ്പറ്റി KL ശ്രീകൃഷ്ണദാസ് പറയുന്നത്. മലയാളി അംഗീകരിക്കില്ല, അതാണ് പ്രശ്നം. മറ്റേ അവർ സാർ 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 എന്ന് പറഞ്ഞ് നിൽക്കുമല്ലോ. 1983 സെൻസർ ബോർഡിൻ്റെ തിരുവനന്തപുരം റീജിയണൽ ഓഫീസിൽ ഇദ്ദേഹം എത്തി. അവിടുത്തെ ആദ്യത്തെ മേധാവി R. രംഗനാഥാണ്. അക്കാലത്ത് കേരളത്തിൽ നിന്നും കേന്ദ്ര സെൻസർ ബോർഡിൽ ഉള്ളത് കവിയും സംവിധായകനുമായ P. ഭാസ്കരൻ മാഷും നിർമ്മാതാവ് ജനറൽ പിക്ചേഴ്സ് രവി എന്നറിയപ്പെടുന്ന രവീന്ദ്രൻ നായരും ആയിരുന്നു. തിരുവനന്തപുരത്തെ ആദ്യ ബോർഡ് അംഗങ്ങൾ, സെൻസർ ബോർഡ് അംഗങ്ങൾ സുഗതകുമാരി, രാജേശ്വരി മേനോൻ, ഡോക്ടർ N. A. കരീം, P. K. ബാലകൃഷ്ണൻ, K. B. ഹരിദാസ്, ചെമ്മനം ചാക്കോ, പെരുമ്പടവൻ ശ്രീധരൻ, ജോർജ് ഓണക്കൂർ, V. രാജാകൃഷ്ണൻ, വിജയകൃഷ്ണൻ, കള്ളിക്കാട് രാമചന്ദ്രൻ, രാജൻ പൊതുവാൾ മുതലായവരായിരുന്നു. ആദ്യത്തെ ഇദ്ദേഹം ചാർജ് എടുക്കുമ്പോൾ അല്ലെങ്കിൽ തിരുവനന്തപുരത്തെ റീജിയണൽ സെൻസർ ബോർഡിലെ ആദ്യത്തെ അംഗങ്ങൾ ഇവരൊക്കെ ആയിരുന്നു. സ്വകാര്യ കെട്ടിടത്തിൽ പ്രവർത്തിച്ചു പോകുന്ന സെൻസർ ബോർഡ് ഓഫീസ് 2 വർഷത്തിന് ശേഷം കലാഭവനിലേക്ക് മാറ്റി. 1985 തിരുവനന്തപുരം റീജിയണൽ ഓഫീസിൽ സെൻസർ ചെയ്ത ആദ്യ സിനിമ പ്രിയദർശൻ്റെ ആദ്യ ചിത്രമായ പൂച്ചക്കൊരു മൂക്കുത്തിയായത് യാദൃച്ഛ്യമായിരിക്കാം. മലയാളത്തിലെ സെൻസർ ബോർഡിൽ ആദ്യമായിട്ട് സെൻസർ ചെയ്യുന്നത് പൂച്ചക്കൊരു മൂക്കുത്തിയാണ്. ഐശ്വര്യമുള്ള തുടക്കമായിരുന്നു എന്ന് പറയാം, കാരണം പടം സൂപ്പർ ഹിറ്റായല്ലോ. 1985 മദ്രാസിലെ 41 മലയാള സിനിമകൾ സെൻസർ ചെയ്തപ്പോൾ തിരുവനന്തപുരത്ത് 85 തന്നെ തിരുവനന്തപുരത്ത് 96 മലയാള ചിത്രങ്ങൾ സെൻസർ ചെയ്തു. 1986 14 മലയാള ചിത്രങ്ങൾ സെൻസർ ചെന്നൈയിൽ ചെയ്തപ്പോൾ തിരുവനന്തപുരത്ത് 118 മലയാള സിനിമകൾ സെൻസർ ചെയ്തു. 1987 രംഗനാഥ് ഡെപ്യൂട്ടേഷൻ കാലാവധി പൂർത്തിയാക്കി ഡൽഹിയിലേക്ക് മടങ്ങിയപ്പോൾ പകരം മദ്രാസ് അസിസ്റ്റൻ്റ് റീജിയണൽ ഡയറക്ടറായ A.T. തേക് ചന്ദനി തിരുവനന്തപുരം റീജിയണൽ ഓഫീസിൻ്റെ താൽക്കാലിക ചുമതലക്കാരനായി. മലയാളം വശമില്ലാത്ത ചന്ദനി സെൻസർ ചെയ്ത ചില സിനിമകൾക്ക് നിർദ്ദേശിച്ച കട്ടുകൾ ചലച്ചിത്ര പ്രവർത്തകർക്കിടയിൽ വിമർശനങ്ങളുണ്ടാക്കി. മലയാളം അറിയുന്ന ഒരാൾ സെൻസർ ഓഫീസറായി വരണം എന്ന അഭിപ്രായം ഉയർന്നു. അങ്ങനെ 1987 ആഗസ്റ്റ് 14 മദ്രാസിൽ നിന്നും ശ്രീകൃഷ്ണദാസിനെ തിരുവനന്തപുരത്തേക്ക് മാറ്റി നിയമിച്ചു. സെപ്റ്റംബർ 10 ശ്രീകൃഷ്ണദാസ് തിരുവനന്തപുരം റീജിയണൽ ഓഫീസിൽ സെൻസർ ഓഫീസറായി ചുമതലയേറ്റെടുത്തു. 1987 സെപ്റ്റംബർ 16 PG വിശ്വൻ്റെ പൊന്നാണ് തിരുവനന്തപുരത്ത് ശ്രീകൃഷ്ണദാസിൻ്റെ നേതൃത്വത്തിൽ സെൻസർ ചെയ്ത ചിത്രം. ചില്ലറ കട്ടുകളോടെ യു സർട്ടിഫിക്കറ്റ് നൽകി. 6 ദിവസം കഴിഞ്ഞ് CB മലയിൽ ലോഹിതദാസ് ടീമിൻ്റെ എഴുതാപ്പുറങ്ങളും കട്ട് ചെയ്തു. രസകരമായ ഒരുപാട് സന്ദർഭങ്ങളിലൂടെ ശ്രീകൃഷ്ണദാസ് എന്ന സെൻസർ ഓഫീസർ കടന്നുപോയിട്ടുണ്ട്. പലരോടും പിണങ്ങേണ്ടി വന്നിട്ടുണ്ട്. കർക്കശക്കാരൻ അല്ലെങ്കിലും സെൻസർ ഓഫീസർ എന്ന നിലയിൽ ഉറച്ചു നിന്നിട്ടുണ്ട് അദ്ദേഹം. ഉദാഹരണത്തിന് പത്മരാജൻ്റെ അപരൻ സെൻസറിങ്ങിന് വന്നു 1988 മെയ്യിൽ. ചില ഡയലോഗുകൾ കട്ട് ചെയ്യാൻ നിർദ്ദേശം വന്നപ്പോൾ പത്മരാജൻ പിണങ്ങി. ഇങ്ങനാണോ ദാസെ സെൻസർ ചെയ്യേണ്ടത്? ദാസും ഒരു എഴുത്തുകാരനല്ലേ എന്ന് പത്മരാജൻ ചോദിച്ചു. പത്മരാജൻ ഒരു സിനിമ എങ്ങനെ സംവിധാനം ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞാൽ പത്മരാജൻ കേൾക്കുമോ എന്നായി ശ്രീകൃഷ്ണദാസ്. ഇല്ല, ഒരിക്കലും ഞാൻ കേൾക്കില്ല. അപ്പോൾ പിന്നെ ഒരു ചിത്രം എങ്ങനെ സെൻസർ ചെയ്യണമെന്ന് പത്മരാജൻ പറഞ്ഞാൽ ഞാൻ കേൾക്കണോ എന്ന് തിരിച്ചു ചോദിച്ചു. പത്മരാജൻ കുറച്ചു നേരം ശ്രീകൃഷ്ണദാസിന് തന്നെ നോക്കിയിരുന്നു. മുഖത്തെ അല്ലെങ്കിൽ പരിഭവഭാവം മാഞ്ഞു. ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ആ ദാസ് എന്തെങ്കിലും ചെയ്യ്, സർട്ടിഫിക്കറ്റ് വേഗം കിട്ടിയാൽ മതി എന്നായി. ദേവരാജൻ മാസ്റ്റർക്ക് ശ്രീകൃഷ്ണദാസിനെ വലിയ കാര്യമായിരുന്നു. തൻ്റെ പ്രിയപ്പെട്ട കുട്ടൻ്റെ വകയിലൊരു അനുജനാണല്ലോ എന്നതായിരിക്കണം ദേവരാജ മാഷിന് ശ്രീകൃഷ്ണദാസിനോടുള്ള സ്നേഹം. തിരുവനന്തപുരത്തു നിന്നും വീണ്ടും മദ്രാശിയിൽ ചുമതലയേറ്റ ശ്രീകൃഷ്ണദാസ് ദേവരാജൻ മാസ്റ്ററെ വിളിച്ചു. ക്ഷിപ്രകോപിയാണല്ലോ. പഴയ പരിചയം വെച്ചാണ് വിളിച്ചത്. ദേവരാജൻ മാസ്റ്റർ അല്ലേ എന്ന് ചോദിച്ചു. ഒരക്ഷരം അവിടെ നിന്ന് ഇങ്ങോട്ട് മറുപടിയില്ല. ദേവരാജൻ മാസ്റ്ററെ വിളിച്ചിട്ട് ദേവരാജൻ മാസ്റ്റർ അല്ലേ എന്ന് ചോദിച്ചപ്പോൾ മറുപടിയില്ല.
ഞാൻ മാസ്റ്ററുടെ ഒരു ആരാധകനാണ്. പ്രതികരണമില്ല. നമ്മൾ നേരത്തെ പരിചയപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ചുണ്ടനക്കി. എവിടെ വച്ച്? ഹൗ സമാധാനമായി എന്നായി ശ്രീകൃഷ്ണദാസ്. വയലാർ രാമവർമ്മയുടെ അനുജനാണ്. സിനിമാ സംവിധാനം പഠിക്കാൻ അങ്ങോട്ട് വന്നു എന്ന് പറയുന്നതിന് മുമ്പ് തന്നെ മാഷിൻ്റെ മറുപടി വന്നു, ഓ കൃഷ്ണദാസ് അല്ലേ? അതെ. എന്നിട്ട് സംവിധാനം പഠിച്ചോ? ഇല്ല, ഞാനിപ്പോൾ മദ്രാസ് ഫിലിം സെൻസർ ബോർഡ് ഓഫീസറായി ചാർജ് എടുത്തു. സെൻസറിങ് ഓഫീസറായിട്ട് ചാർജ് എടുത്തു. അപ്പോൾ വന്നു മാഷിൻ്റെ മറുപടി ഒരു വലിയ പൊട്ടിച്ചിരിയായിരുന്നു. അപ്പോൾ പടം ഉണ്ടാക്കാൻ പഠിച്ചില്ലെങ്കിലും കത്രി കൊണ്ട് മുറിച്ച് നാശമാക്കാൻ പഠിച്ചു അല്ലേ? അവിടെ മാഷുമായുള്ള മധുരോദാരമായ സൗഹൃദം ആരംഭിക്കുകയായിരുന്നു എന്നാണ് ശ്രീകൃഷ്ണദാസ് പറയുന്നത്. പിന്നീട് ദേവരാജൻ മാഷും ശ്രീകൃഷ്ണദാസും തിരുവനന്തപുരത്തേക്ക് പറിച്ചു കേട്ടു. മാഷ് കൈമനത്ത് താമസിച്ചല്ലോ കുറേ കാലം. മലയാള ചലച്ചിത്ര സംഗീതത്തിൻ്റെ 50 വർഷം ആഘോഷിക്കാൻ മാഷ് ഒരു സംഘാടക സമിതിയൊക്കെ സംഘടിപ്പിച്ചപ്പോൾ ആ കമ്മിറ്റിയിൽ ശ്രീകൃഷ്ണദാസിനെ കൂടി മാഷ് കമ്മിറ്റിയിലെടുത്തു. രോഗാതുരനായി മാസ്റ്റർ SUT ആശുപത്രിയിൽ കിടക്കുമ്പോൾ ശ്രീകൃഷ്ണദാസ് മാഷിനെ കാണാൻ ചെന്നു. വർത്തമാനത്തിനിടയിൽ മാഷ് പറഞ്ഞു, ദാസേ, ഷുഗർ വളരെ കൂടുതലാണെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. ഒന്നും പഠിക്കാതെ ശ്രീകൃഷ്ണദാസ് പറഞ്ഞു, കൂടും, ഇനിയും കൂടും എന്ന് നിർദോഷമായി ശ്രീകൃഷ്ണദാസ് പറഞ്ഞു. അതൊരിക്കലും ഇങ്ങനൊരു മറുപടി ദേവരായ മാഷ് പ്രതീക്ഷിച്ചതല്ല. എനിക്ക് നല്ല ഷുഗർ കൂടി കേട്ടോ എന്ന്. കൂടും, ഇനിയും കൂടും എന്ന് ആരെങ്കിലും പറയുമോ മാഷിനോട്? ക്ഷിപ്രകോപിയായ മാഷ് കോപത്തോടെ തുറച്ചു നോക്കി ആരെ? ശ്രീകൃഷ്ണദാസിനെ. അപ്പോൾ ശ്രീകൃഷ്ണദാസ് രഹസ്യമായി മാഷിൻ്റെ ചെവിയിൽ ഇങ്ങനെ വിശദീകരിച്ചു, അതേ, മലയാളിയെ ഒരുപാട് മധുരമുള്ള ഗാനങ്ങൾ കൊടുത്തപ്പോൾ ഓർക്കണമായിരുന്നു, കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്ന്. വേണ്ടി വന്നാൽ കൊല്ലത്ത് മാത്രമല്ല പറവൂരിലും കിട്ടും. ദൈവം പകരം വീട്ടിയതാ, സഹിച്ചോ എന്നായി ശ്രീകൃഷ്ണദാസ്. മാസ്റ്റർ ശ്രീകൃഷ്ണദാസിൻ്റെ കൈ പിടിച്ച് ഉറക്കെ ചിരിച്ചു. എന്നിട്ട് ആ ഫലിതം, കാതിൽ പറഞ്ഞ രഹസ്യം അവിടെ ഇരുന്നവരുടെയൊക്കെ പറഞ്ഞു. ഇയാൾ പറയുന്നത് മലയാളിക്ക് ഒരുപാട് മധുരമുള്ള ഗാനങ്ങൾ കൊടുത്തപ്പോൾ ഓർക്കണമായിരുന്നു, കൊടുത്താൽ കൊല്ലത്തും കിട്ടും, വേണ്ടി വന്നാൽ പറവൂരിലും കിട്ടുമെന്ന്. ദൈവം പകരം വീട്ടിയതെന്നാണ് ദാസ് പറയുന്നത് എന്ന് മറ്റുള്ളവരോടും പറഞ്ഞു. ശ്രീകൃഷ്ണദാസിൻ്റെ ഔദ്യോഗിക ജീവിതത്തിലെ ഒരു ചെറിയ ഏട് മാത്രമേ ഞാനിവിടെ പറഞ്ഞുള്ളൂ. രസകരമായ ഒരുപാട് സിനിമകളുടെ സെൻസർ കഥകൾ ഇനിയും പറയാനുണ്ട്. ഇനി ഒരിക്കൽ പറയാമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.